ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഡെയിലി യൂസ് ചെയ്യുന്ന 2 ഇംഗ്ലീഷ് വേർഡ്സിനെ കുറിച്ചാണ്. സം ആൻഡ് എനി. വളരെ സിമ്പിളായിട്ടുള്ള 2 വേർഡ്സ് ആണ്. ഡിക്ഷണറിയിലൊക്കെ ഇതിൻ്റെ മീനിങ് നോക്കുമ്പോൾ അല്പം, കുറച്ച്, ഏതാനും എന്നിങ്ങനെയാണ് ഈ 2 വാക്കുകളുടെ അർത്ഥം കിട്ടുക. കാണുമ്പോൾ വളരെ സിമ്പിളാണ്, പക്ഷേ ഒന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. PSC പോലുള്ള എക്സാംസ് എഴുതുമ്പോൾ ഇടയ്ക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും കാണാറുണ്ട്. വീഡിയോൻ്റെ അവസാനം ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ആൻസർ ചെയ്ത് നോക്കുക കേട്ടോ. സാധാരണ സം എന്ന വേർഡ് പോസിറ്റീവ് അല്ലെങ്കിൽ അഫർമേറ്റീവ് സെൻറ്റൻസിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത്. എനി എന്ന വേർഡ് കൂടുതലും നെഗറ്റീവ് സെൻറ്റൻസുകളുടെ കൂടെയും. ഞാൻ എക്സാമ്പിൾസ് പറയാം. I want some butter. I want some butter. I don't want any butter. I don't want any butter. We did some exercises. We did some exercises. We didn't do any exercises. We didn't do any exercises. ഇവിടെ I want some butter, we did some exercises എന്നീ സെൻറ്റൻസുകൾ പോസിറ്റീവും I don't want any butter, we didn't do any exercises എന്നീ സെൻറ്റൻസുകൾ നെഗറ്റീവുമാണ്. പോസിറ്റീവ് സെൻറ്റൻസിൻ്റെ കൂടെ സം എന്ന വേർഡും നെഗറ്റീവ് സെൻറ്റൻസുകളുടെ കൂടെ എനി എന്ന വേർഡുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സാധാരണ രീതിയിൽ ക്വസ്റ്റ്യൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എനി എന്ന വേർഡാണ്. Has he got any friends? Has he got any friends? Is there any butter left in the fridge? Is there any butter left in the fridge? ഇതെല്ലാം ചോദ്യവാചകങ്ങളാണല്ലേ. ഇവയുടെ കൂടെ സമ്മിന് പകരം നമ്മൾ എന്താണ് ഉപയോഗിച്ചത്? എനി എന്ന വേർഡാണ് ഉപയോഗിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, ചോദ്യങ്ങളുടെ കൂടെ സാധാരണ നമ്മൾ എനി എന്ന വേർഡാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ എല്ലാ ചോദ്യങ്ങളുടെയും കൂടെ നമ്മൾ എനി എന്ന വേർഡ് ഉപയോഗിക്കാറില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ഓഫർ ചെയ്യുമ്പോൾ, എന്തെങ്കിലും നമ്മൾ ആവശ്യപ്പെടുമ്പോൾ, അതുമല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് കൊടുക്കുമ്പോൾ എനി എന്ന വേർഡിന് പകരം നമ്മൾ സമ്മാണ് ഉപയോഗിക്കുന്നത്. ഞാൻ എക്സാമ്പിൾസ് പറയാം. വുഡ് യു ലൈക്ക് സം കോഫി? ക്യാൻ ഐ ഹാവ് സം ബട്ടർ ഫോർ മൈ ബ്രെഡ്? വൈ ഡോണ്ട് യു ഗീവ് ഹർ സം അഡ്വൈസ്? ഈ 3 സെൻറ്റൻസുകളും ഇൻ്ററഗേറ്റീവ് സെൻറ്റൻസുകൾ തന്നെയാണ്. എന്നാൽ ഈ ചോദ്യവാചകങ്ങളുടെ കൂടെ ഞാൻ എനിക്ക് പകരം സം എന്ന വേർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം ഇത് ഓഫറിൻ്റെ രൂപത്തിലോ സജഷൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ്. വുഡ് യു ലൈക്ക് സം കോഫി? അതൊരു ഓഫറിങ് ആണല്ലേ. ക്യാൻ ഐ ഹാവ് സം ബട്ടർ ഫോർ മൈ ബ്രെഡ്? നമ്മളൊരു കാര്യം ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്. വൈ ഡോണ്ട് യു ഗീവ് ഹർ സം അഡ്വൈസ്? അത് മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഒരു സജഷൻ ആണല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ഓഫറിങ്ങോ എന്തെങ്കിലും ആവശ്യപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ സജഷൻ കൊടുക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളിൽ നമ്മൾ എനി എന്ന വേർഡിന് പകരം സമ്മാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ ചോദ്യവാചകങ്ങളിലും എനി ഉപയോഗിക്കില്ല, ചില ചോദ്യവാചകങ്ങളിൽ നമ്മൾ സമ്മാണ് ഉപയോഗിക്കുന്നതെന്ന്. ഇനി അൺകൗണ്ടബിൾ നൗണിൻ്റെ കൂടെ നമ്മൾ സമ്മും എനിയും ഉപയോഗിക്കാറുണ്ട്. എന്നാൽ പ്ലൂറൽ നൗണിൻ്റെ കൂടെ സമ്മും സിംഗുലർ നൗണിൻ്റെ കൂടെ എനിയുമാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. നൗൺസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുൻപത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എന്നാലും അൺകൗണ്ടബിൾ നൗൺ എന്താണെന്ന് ഒന്നുകൂടി ഞാൻ പറയാം. എണ്ണിയെടുക്കാൻ സാധിക്കാത്ത വസ്തുക്കളെയാണ് നമ്മൾ അൺകൗണ്ടബിൾ നൗൺസ് ആയിട്ട് പറയുന്നത് അല്ലേ. ഇത്തരത്തിലുള്ള അൺകൗണ്ടബിൾ നൗൺസിൻ്റെ മുന്നിൽ സമ്മോ അല്ലെങ്കിൽ എനി ഉപയോഗിക്കാം. സം കോഫി, സം വർക്ക്, എനി ഹെൽപ്പ്, എനി വർക്ക് എന്നിങ്ങനെ. എന്നാൽ പ്ലൂറൽ നൗണിൻ്റെ മുന്നിൽ സമ്മും സിംഗുലർ നൗണിൻ്റെ മുന്നിൽ നമ്മൾ എനിയുമാണ് ഉപയോഗിക്കുക. സം ബോയ്സ്, സം സ്കൂൾസ്, എനി ബോയ്, എനി സ്കൂൾ എന്നിങ്ങനെ. കുറച്ചുകൂടി ഈസി ആയിട്ട് പറഞ്ഞാൽ ക്യാൻ ഐ ഹാവ് സം ആപ്പിൾ എന്ന ചോദ്യം തെറ്റാണ്. കാരണം ആപ്പിൾ സിംഗുലറാണ്, അതിൻ്റെ മുന്നിൽ നമ്മൾ സം ആഡ് ചെയ്യാറില്ല. ക്യാൻ ഐ ഹാവ് സം ആപ്പിൾസ് എന്ന് നമുക്ക് ചോദിക്കാം. കാരണം ആപ്പിൾസ് പ്ലൂറലാണ്,
പ്ലൂറൽ നൗണിൻ്റെ മുന്നിൽ നമുക്ക് സം എന്ന വേർഡ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഈസ് ദർ എനി ആപ്പിൾ ഇൻ ദ ഹൗസ്? കണ്ടോ, ഈസ് ദർ എനി ആപ്പിൾ ഇൻ ദ ഹൗസ്. ഇവിടെ ആപ്പിൾ സിംഗുലർ ആണ്, അതിൻ്റെ മുന്നിൽ നമുക്ക് എനി എന്ന വേർഡ് യൂസ് ചെയ്യാം. ഇനി അൺസ്പെസിഫൈഡ് നമ്പേഴ്സ്, ക്വാണ്ടിറ്റി അല്ലെങ്കിൽ പേഴ്സൺ എന്നിവയുടെ കൂടെ നമ്മൾ സമ്മാണ് ഉപയോഗിക്കുന്നത്. അൺസ്പെസിഫൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തമായി നമ്പേഴ്സ് പറയാത്ത, അളവുകൾ സൂചിപ്പിക്കാത്ത നൗൺസിൻ്റെ മുന്നിൽ നമ്മൾ സം എന്ന വേർഡ് യൂസ് ചെയ്യും. ഞാൻ എക്സാമ്പിൾ പറയാം. ഐ നീഡ് സം വാട്ടർ. ഐ നീഡ് സം വാട്ടർ. എനിക്ക് കുറച്ച് വെള്ളം വേണമെന്നാണ് പറഞ്ഞതല്ലേ. കൃത്യമായി എന്തോരം വെള്ളം വേണമെന്ന് ഞാൻ അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. കുറച്ച് വെള്ളം വേണമെന്ന് മാത്രമേ ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് സം വാട്ടർ എന്ന് പറഞ്ഞത്. ഐ നോ സം കോളേജസ്. ഐ നോ സം കോളേജസ്. എനിക്ക് കുറച്ച് കോളേജുകൾ അറിയാമെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ വ്യക്തമായ ഒരു നമ്പർ ഞാൻ അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ഇത്തരത്തിൽ അൺസ്പെസിഫൈഡ് നമ്പേഴ്സ്, ക്വാണ്ടിറ്റീസിൻ്റെ ഒക്കെ മുന്നിൽ നമ്മൾ സം എന്ന വേർഡാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ 2 സെൻറ്റൻസുകൾ പറയാം. യു ക്യാൻ ഹാവ് സം കോഫി ബട്ട് ഐ ഡോണ്ട് വോണ്ട് എനി. യു ക്യാൻ ഹാവ് സം കോഫി ബട്ട് ഐ ഡോണ്ട് വോണ്ട് എനി. ഐ ഡിഡ്ന്റ് ടേക്ക് എനി ഫോട്ടോഗ്രാഫ്സ് ബട്ട് ഷീ ടുക്ക് സം. ഐ ഡിഡ്ന്റ് ടേക്ക് എനി ഫോട്ടോഗ്രാഫ്സ് ബട്ട് ഷീ ടുക്ക് സം. ഇവിടെ ആദ്യം പറഞ്ഞ സെൻറ്റൻസിൽ ഐ ഡോണ്ട് വോണ്ട് എനി എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അല്ലേ. പക്ഷേ ഐ ഡോണ്ട് വോണ്ട് എനി കോഫി എന്ന് ഞാൻ എടുത്തു പറഞ്ഞില്ല. എങ്കിലും ഒന്നിച്ചു വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആദ്യം പറഞ്ഞ കോഫി തന്നെയാണ് രണ്ടാമത് എനി എന്ന വേർഡിലൂടെ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. യു ക്യാൻ ഹാവ് സം കോഫി ബട്ട് ഐ ഡോണ്ട് വോണ്ട് എനി. ഇവിടെ എനി എന്ന് ഉദ്ദേശിക്കുന്നത് എനി കോഫി എന്നാണ്. ഇനി രണ്ടാമത്തെ സെൻറ്റൻസിലും സെയിം തന്നെയാണല്ലേ. ഷീ ടുക്ക് സം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഷീ ടുക്ക് സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീ ടുക്ക് സം ഫോട്ടോഗ്രാഫ്സ് എന്നാണ്. ഐ ഡിഡ്ന്റ് ടേക്ക് എനി ഫോട്ടോഗ്രാഫ്സ് ബട്ട് ഷീ ടുക്ക് സം. ഞാൻ ഫോട്ടോസ് ഒന്നും എടുത്തില്ല, പക്ഷെ അവൾ കുറച്ച് എടുത്തു. എന്താണ് എടുത്തിട്ടുണ്ടാവുക? ഫോട്ടോഗ്രാഫ്സ്. അതായത് അൺസ്പെസിഫൈഡ് ആയിട്ടുള്ളൊരു നൗണിനെ കാണിക്കാനും നമുക്ക് ഏത് വേർഡ് ഉപയോഗിക്കാം? സം അല്ലെങ്കിൽ എനി എന്ന വേർഡ് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സം ആൻഡ് എനി എന്നീ വേർഡ്സിനെ കുറിച്ചാണ്. പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ രണ്ടും തമ്മിൽ കാര്യമായ വ്യത്യാസമൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ ക്വസ്റ്റ്യൻ രൂപത്തിലേക്ക് വരുമ്പോൾ രണ്ടും 2 വ്യത്യസ്ത സാഹചര്യങ്ങളിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻസ് ഞാൻ വായിക്കാം, നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കാം. അതിനുശേഷം ഞാൻ പറയുന്ന ആൻസേഴ്സ് ചെക്ക് ചെയ്ത് നോക്കാം. ഡോണ്ട് മേക്ക് ഡാഷ് നോയ്സ് ബിക്കോസ് ഐ നീഡ് ഡാഷ് ഹെൽപ്പ്. ഐ എം ഗോയിങ് ടു ബൈ ഡാഷ് എഗ്സ്. ദേ ഡിഡ്ന്റ് മേക്ക് dash mistakes. There are dash beautiful flowers in the garden. Would you like dash tea? During our holidays, we visited dash interesting places. I went out to buy dash milk, but they didn't have dash in the shop. Can I have dash water? She hardly ever buys me dash new clothes. She reads dash books every month. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡോണ്ട് മേക്ക് ഡാഷ് നോയ്സ്. ഡോണ്ട് മേക്ക് ഡാഷ് നോയ്സ്. ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസിൻ്റെ ഭാഗമാണല്ലേ. ഡോണ്ട് മേക്ക് എനി നോയ്സ് ബിക്കോസ് ഐ നീഡ് സം ഹെൽപ്പ്. നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലുള്ളതാണ് ഐ നീഡ് സം ഹെൽപ്പ്. ഐ എം ഗോയിങ് ടു ബൈ ഡാഷ് എഗ്സ്. എഗ്സ് എന്ന് പറയുന്നത് പ്ലൂറൽ നൗണാണ്, പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ആൻസർ സം ആണ്. ദേ ഡിഡ്ന്റ് മേക്ക് ഡാഷ് മിസ്റ്റേക്സ്. ഇതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ. അപ്പോൾ ഉത്തരം എന്തായിരിക്കും? എനി. ദെയർ ആർ ഡാഷ് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ഇൻ ദ ഗാർഡൻ. പോസിറ്റീവ് അല്ലെങ്കിൽ അഫർമേറ്റീവ് ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ്. അതുമാത്രമല്ല ഫ്ലവേഴ്സ് എന്നുള്ളത് ഒരു പ്ലൂറൽ നൗണാണ്.
അതുകൊണ്ട് സമ്മാണ് ഉപയോഗിക്കുക. വുഡ് യു ലൈക്ക് ഡാഷ് ടീ? ഇതൊരു ഓഫറിംഗ് ആണല്ലേ. വുഡ് യു ലൈക്ക് സം ടീ? എന്നാൽ ഇവിടെ വുഡ് യു ലൈക്ക് ഡാഷ് കപ്പ് ഓഫ് ടീ എന്നായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ആൻസർ എ ആണ്. വുഡ് യു ലൈക്ക് എ കപ്പ് ഓഫ് ടീ എന്ന് വരും. കാരണം ടീ എന്ന് പറയുമ്പോൾ അൺകൗണ്ടബിളാണ്. എന്നാൽ കപ്പ് ഓഫ് ടീ എന്ന് പറയുമ്പോൾ ഒരു അളവിനെ കാണിക്കാൻ വേണ്ടിയായല്ലേ. ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ സം അല്ല എ ആണ് ഉപയോഗിക്കുക. ഡ്യൂറിങ് അവർ ഹോളിഡേയ്സ് വി വിസിറ്റഡ് ഡാഷ് ഇൻട്രസ്റ്റിംഗ് പ്ലേസസ്. സം ഇൻട്രസ്റ്റിംഗ് പ്ലേസസ്. ഐ വെൻറ്റ് ഔട്ട് ടു ബൈ ഡാഷ് മിൽക്ക്. സം മിൽക്ക് അല്ലേ, അൺകൗണ്ടബിൾ നൗൺ ആണ്. ബട്ട് ദേ ഡിൻറ്റ് ഹാവ് എനി ഇൻ ദ ഷോപ്പ്. അതൊരു നെഗറ്റീവ് സെൻറ്റൻസാണ്. അതുകൊണ്ട് തന്നെ എനി. ദേ ഡിൻറ്റ് ഹാവ് എനി ഇൻ ദ ഷോപ്പ്. ക്യാൻ ഐ ഹാവ് ഡാഷ് വാട്ടർ? ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണല്ലേ. ക്യാൻ ഐ ഹാവ് സം വാട്ടർ? ഷീ ഹാർഡ്ലി എവർ ബൈസ് മീ ഡാഷ് ന്യൂ ക്ലോത്ത്സ്. നോക്കൂ, ഇവിടെ ഹാർഡ്ലി എന്നുള്ളതൊരു നെഗറ്റീവ് വേർഡാണല്ലേ. ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ പഠിച്ചതാണ് നെഗറ്റീവ് വേർഡ്സ് ഏതൊക്കെയാണെന്ന്. അപ്പോൾ ഹാർഡ്ലി ഒരു നെഗറ്റീവ് വേർഡ് ആകുമ്പോൾ സെൻറ്റൻസ് എന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ ആൻസർ എനി എന്ന വേർഡാണ് ഉപയോഗിക്കുന്നത്. ഷീ ഹാർഡ്ലി എവർ ബൈസ് മീ എനി ന്യൂ ക്ലോത്ത്സ്. ഷീ റീഡ്സ് ഡാഷ് ബുക്സ് എവറി മന്ത്. ബുക്സ് എന്നുള്ളത് ഒരു പ്ലൂറൽ നൗൺ ആണല്ലേ. അപ്പോൾ പോസിറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് അതിൻ്റെ മുന്നിൽ സം. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.